ദളിത് യുവാവിനെതിരായ വധശ്രമ കേസ് പോലീസും സ്വകാര്യ ആശുപത്രിയും പ്രതികളും ചേർന്ന് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന് പരാതി. സ്വകാര്യ ആശുപത്രി നൽകിയ തെറ്റായ ഊൺ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് കേസിലെ പ്രതി ഇടക്കാല ജാമ്യം നേടിയെന്ന് തൃശൂർ കൊടകര ചെറുകുന്ന് സ്വദേശി അക്ഷയ് കൃഷ്ണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പ്രതിയുടെ ബന്ധുക്കളുടെ ആവശ്യപ്രകാരം കൊലപാതക ശ്രമം മറച്ചുപിടിച്ച് ബൈക്ക് അപകടമാക്കി. റിമാൻഡ് റിപ്പോർട്ടിൽ കൊലപാതക ശ്രമം കൃത്യമായി രേഖപ്പെടുത്തിയ പോലീസ് തെറ്റായ വൂൺ സർട്ടിഫിക്കറ്റ് നൽകി കോടതികളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും അക്ഷയ് പറയുന്നു. അവർ പുറത്ത് പറയണത് ഞാൻ കേട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് പറ്റിയതാണെന്ന് പറയണത് ഞാൻ കേട്ടു. അപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നി ഇവരെന്തോ അട്ടിമറിക്കാനുള്ള പരിപാടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചാലക്കുടി പോയിട്ട് അവിടെ ഡോക്ടറെ കണ്ട് എഴുതി മേടിച്ചത്. അപ്പോൾ അവിടുത്തെ ഡോക്ടർ എൻ്റെ അടുത്ത് കറക്റ്റ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അവിടുത്തെ ഇൻറ്റിമേഷനിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, സിദ്ധം വാൾ വെച്ച് വെട്ടിയതാന്ന് പറഞ്ഞിട്ട്. പിന്നെ പുറത്തുള്ളവർ രാഷ്ട്രീയക്കാരും അത്യാവശ്യം പിടിപാടുള്ളവരായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവരെ കൂടെ നിന്നത്. അവർ പറഞ്ഞ പോലെ ഇരിക്കും. പോലീസുകാർ അവിടെ ചെന്നപ്പോൾ എന്നെ ഞാനെന്ത് ഒളിഞ്ഞു നോക്കാൻ പോയതാണ്, അതുകൊണ്ടല്ല നിനക്ക് വെട്ട് കിട്ടിയത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇവിടെ ക്യാമറ ഉള്ള കാരണമാണ്, അല്ലെങ്കിൽ നിൻ്റെ മുഖം അടിച്ച് പൊളിച്ചാനെന്നൊക്കെ പറഞ്ഞ് ചെന്നപ്പോൾ തന്നെ എൻ്റെ ഫോണൊക്കെ മേടിച്ച് വെച്ചു. നിനക്ക് ആ വീട്ടിലേക്ക് ഒരു സാക്ഷി ഉണ്ട് എന്നെ വെട്ടിയതാണത്, ആ വീട്ടിലെ പയ്യനെ എത്ര പെങ്ങന്മാരുണ്ടെന്നൊക്കെ എന്നോട് ചോദിക്കുന്നത്. മജിസ്ട്രേറ്റിൻ്റെ അവിടേക്കാണ് എന്നെ കൊണ്ടുപോകണത്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണത് വെട്ടോത്തി കിട്ടീൻ്റെ അത് നോക്കാൻ പറഞ്ഞ് വിളിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പോണത്. പക്ഷേ ഇവർ എന്നെ കൊണ്ടുപോയത് വേറെ സ്ഥലത്തേക്ക് മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്കായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് അഫിഡവിറ്റ് ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞ് കുറേ പറഞ്ഞു. പിന്നെ ഇവരെ ആൾക്കാർ 4 സൈഡിൽ നിന്നിട്ട് ഒപ്പിട് എന്ന് പറഞ്ഞിട്ട് ഒപ്പിട് എന്ന് പറഞ്ഞു. ഒപ്പിട് അല്ലെങ്കിൽ അവൻ ജയിലിൽ പോകും, ഒപ്പിട് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് തൊഴിലാണ്ടായപ്പോൾ ഞാൻ ഒപ്പിട്ട് കൊടുത്തത്. കൊടകര ശാന്തി ആശുപത്രിക്കെതിരെയും പോലീസിനെതിരെയും മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും റൂറൽ എസ്പിക്കും പരാതി നൽകിയെന്നും അക്ഷയ് കൃഷ്ണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. ലെവിനെ, ഗുഡ് മോർണിംഗ്. ഇത് അത്യന്തം ഗുരുതരമാണ്. അതായത് ഒരു കൊലപാതക ശ്രമം, ഒരു വധശ്രമമാണ്. ആ വധശ്രമത്തെ ആക്സിഡന്റ് ആക്കി ചിത്രീകരിക്കുന്നു. ഈ ആക്സിഡന്റ് ആക്കി ചിത്രീകരിക്കാൻ കൂട്ടുനിൽക്കുന്നത് സംസ്ഥാനത്തെ പോലീസും ഒപ്പം തന്നെ സ്വകാര്യ ആശുപത്രിയും ചേർന്നാണ്. ഇത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്ന വിവരം? അക്ഷയ് പറയുന്ന അനുസരിച്ച് നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്? ഒപ്പം തന്നെ ഈ മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയിരിക്കുമെന്ന് പറയുന്നു. അതിന്റെ സ്റ്റാറ്റസ് എന്താണ്? സേതു, ഗുഡ് മോർണിംഗ്. ഈ സംഭവത്തെക്കുറിച്ച് ചുരുക്കിയ വാക്കുകളിൽ പറഞ്ഞാൽ യുവമോർച്ച പ്രവർത്തകനായിരുന്നു അക്ഷയ് കൃഷ്ണൻ എന്ന 26 വയസ്സുകാരൻ. കൊടകര ചെറുകുന്ന് സ്വദേശിയാണ്. അക്ഷയ് കൃഷ്ണന്റെ യുവമോർച്ച പ്രവർത്തകനാണ്. BMS BJP പ്രവർത്തകരായ ഒരു കൂട്ടം ആളുകൾ ഇദ്ദേഹത്തിന് സുഹൃത്തുക്കളായുണ്ട്. ഈ സംഘത്തിൽ തന്നെ പെട്ട സിദ്ധൻ ഭായ് എന്ന ആളാണ് അക്ഷയ് കൃഷ്ണനെ ഏപ്രിൽ 16 രാത്രി വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും പിന്നീട് വെട്ടുകത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തത്. ഈ അക്ഷയുടെ ഒരു സുഹൃത്തിനൊപ്പം ജോലി ചെയ്യുകയും ആ ജോലി ചെയ്ത ആളുമായി ഈ സിദ്ധൻ ഭായിക്കും കുടുംബത്തിനും ഉണ്ടായ വൈരാഗ്യത്തെ തുടർന്നാണ് ഈ അതിക്രമം ഉണ്ടാകുന്നത്. 2025 ഏപ്രിൽ 16 വൈകിട്ട് ഈ ഒരു വൈരാഗ്യത്തെ തുടർന്ന് അക്ഷയ് കൃഷ്ണൻ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഇദ്ദേഹത്തെ തടഞ്ഞു നിർത്തി സിദ്ധൻ ഭായി എന്ന ആൾ വെട്ടി പരിക്കേൽപ്പിക്കുകയാണ്. ഈ സംഭവം അവിടെ ബഹളമുണ്ടാവുകയും ആളുകൾ ഓടിക്കൂടുകയും ചെയ്തു. അക്ഷയ് കൃഷ്ണനെ ഈ സിദ്ധൻ ഭായി എന്ന് പറയുന്ന ആളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരു പഞ്ചായത്ത് അംഗവും മറ്റു ചില BJP RSS പ്രവർത്തകരായിട്ടുള്ള ചില ആളുകളും ചേർന്നാണ് കൊടകര ശാന്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. സ്വകാര്യ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ കൊണ്ടുപോകുന്ന വ്യക്തികൾക്ക് ആശുപത്രിയിൽ സ്വാധീനമുണ്ട് എന്നുള്ളതാണ് അക്ഷയ് കൃഷ്ണൻ ആരോപിക്കുന്നത്. അതിനുശേഷം ആശുപത്രിയിൽ എത്തിക്കുകയും ആശുപത്രിയിൽ എത്തിച്ചപാടെ അക്ഷയ് കൃഷ്ണന് ഇത്തരത്തിൽ അപകടത്തിൽ പരിക്കുണ്ടായത് ഒരു ബൈക്ക് അപകടത്തിലാണ്. ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായതെന്ന് ആശുപത്രി അധികൃതരെ ധരിപ്പിക്കുകയും അതിനുശേഷം അത്തരത്തിലുള്ള പേപ്പറുകൾ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ സംഭവത്തിന് പിന്നാലെ ഇവരുടെ ഇടപെടലിൽ ഒരു പന്തികേട് തോന്നിയ യുവാവ് സ്വന്തം പിതാവിനെ വിളിച്ചു വരുത്തി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുന്നു. അവിടെ എത്തി കൊലപാതക ശ്രമമാണ് നടന്നതെന്നും തന്നെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ മുറിവേറ്റതെന്ന് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ അധികൃതരോട് പറയുന്നു. തുടർന്ന് യുവാവ് ചികിത്സ തേടുന്നു. പിറ്റേ ദിവസം കൊടകര പോലീസ് സ്റ്റേഷനിലെത്തി സിദ്ധൻ ഭായിക്കെതിരെ ഇയാൾ പരാതി നൽകുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ സിദ്ധൻ ഭായിയെ അറസ്റ്റ് ചെയ്യുന്നു. അന്നേ ദിവസം കോടതിയിൽ ഹാജരാക്കുന്നില്ല. തൊട്ടടുത്ത ദിവസം കോടതി അവധിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരിങ്ങാലക്കുട
മജിസ്ട്രേറ്റിനെ മുന്നിൽ ഹാജരാക്കേണ്ട പ്രതിയെ കൊടുങ്ങല്ലൂർ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നു. ഈ സമയത്ത് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ആയുധം തിരിച്ചറിയാൻ എന്നുള്ള വിധേന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ യുവാവിനെ വിളിക്കുന്നു. പ്രതിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞ് യുവാവിനെ ഞങ്ങളും പോലീസ് സ്റ്റേഷനിലേക്കാണ്, നീയും ഞങ്ങളോടൊപ്പം പോരും, അവിടെ ചെന്ന് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുന്നു. പക്ഷേ ഈ യുവാവിനെ പോലീസ് സ്റ്റേഷനിൽ ഇവർ ഇറക്കാൻ തയ്യാറാകുന്നില്ല. 2-3 കാറുകളിലായി എത്തിയ സംഘം മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഒരു അഫിഡവിറ്റിൽ നിർബന്ധപൂർവ്വം ഇയാളെ കൊണ്ട് ഒപ്പിടിവിച്ച് വാങ്ങാൻ ശ്രമിക്കുന്നു. അതായത് ഈ കേസിൽ പരാതിയില്ല, ഈ കേസിൽ പ്രതിക്ക് ജാമ്യം നൽകുന്നതിൽ തടസ്സമില്ല, തങ്ങൾ പിന്നീട് ഈ കേസ് ഒത്തുതീർപ്പാക്കിക്കോളാം എന്നുള്ള രേഖപ്പെടുത്തിയ ഒരു വൈറ്റ് പേപ്പറിൽ ഒപ്പിടാൻ ഇയാളെ കൊണ്ട് ഇവർ ശ്രമിക്കുന്നു. പക്ഷേ ഇയാൾ തയ്യാറാകുന്നില്ല. പക്ഷേ സംഘം ചേർന്ന് വളഞ്ഞു നിന്നുകൊണ്ട് ആ സാഹചര്യത്തിൽ ഇയാൾ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. സംഘം ചേർന്ന് വളഞ്ഞു നിന്നുകൊണ്ട് ഒപ്പിടണം എന്നുള്ള നിർബന്ധപൂർവ്വം പറയുന്നു. അങ്ങനെ ഇയാളെ പ്രേരിപ്പിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒപ്പിട്ട് വാങ്ങുന്നു. ആ ഒരു പേപ്പർ ഉപയോഗിച്ചുകൊണ്ട്, ഇയാളുടെ ഒരു രേഖ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രതി കേസിൽ ഇടക്കാല ജാമ്യം തേടുന്നു. സംഭവത്തിന് പിന്നാലെ യുവാവ് ഒളിവിൽ പോവുകയാണ്. ഇദ്ദേഹത്തിന് നാട്ടിൽ നിന്നാൽ ഭീഷണി ഉണ്ടാകും എന്നുള്ളൊരു ഭീഷണിയെ തുടർന്ന് ജീവഭയം മൂലം ഇയാൾ ഒളിവിൽ പോകുന്നു. ഒളിവിൽ പോകുമ്പോൾ തന്നെ ഇയാൾ പോലീസിന് പരാതി നൽകുന്നു. താൻ ഒപ്പിട്ട് കൊടുത്തിട്ട് അത് തന്നെ ബോധപൂർവം നിർബന്ധിച്ച് ഇടിപ്പിച്ചതാണ്, ഈ കേസിൽ അത് പരിഗണിക്കരുത്, പ്രതിക്ക് കുറ്റകരമായ നടപടികളിലേക്ക് അർഹമായ നടപടികളിലേക്ക് കടക്കുന്നതിനായി പോലീസ് ശ്രമിക്കണമെന്ന് പറയുന്നു. പക്ഷേ അത് ഉണ്ടാകുന്നില്ല. ഈ സമയത്ത് തന്നെ ഈ യുവാവിനെതിരെ പലതരത്തിൽ ഇയാളുടെ താമസിച്ചിരുന്ന വീട്ടിലും പിന്നീട് ഇയാളുടെ ഒളിവിൽ പോയ ബന്ധുവീട്ടിലും അടക്കം, അല്ലെങ്കിൽ മാറി നിന്ന ബന്ധുവീട്ടിലും അടക്കം എത്തി ഈ ആളുകൾ ഭീഷണിപ്പെടുത്തുന്നു. പ്രതിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ള ആളുകൾ, പ്രതിയുടെ സഹോദരൻ BMSന്റെ സംസ്ഥാന സമിതി അംഗമാണ്, പ്രതി പ്രാദേശിക BJP നേതാവാണ്. അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ ഇയാൾ വരുന്ന കേൾക്കുമ്പോൾ ഒരു സിനിമാ കഥ പോലെ തോന്നുകയാണ്. കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഈ അക്ഷയും ഇയാളും തമ്മിലുള്ളൊരു പ്രശ്നം എന്താണ്? ഇവർ തമ്മിൽ എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം? എന്തിനാണ് അക്ഷയെ കൊലപ്പെടുത്താൻ വേണ്ടി ഇയാൾ ശ്രമിക്കുന്നത്? സേതു, അതിലേക്ക് വരാം. ഒരു 2 കാര്യങ്ങൾ കൂടെ അതുമായി ബന്ധപ്പെടുത്തി പറയാനുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം, അതായത് യുവാവിൻ്റെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതിന് ശേഷം ഈ യുവാവ് ഒളിവിൽ പോകുന്ന സമയത്ത് അതേ സമയത്ത് തന്നെ പ്രതിയായിട്ടുള്ള സിദ്ധൻ ഭായ് എന്ന ആൾ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഈ കൊടകര ശാന്തി ആശുപത്രിയിൽ നിന്ന് ലഭിച്ച ബൈക്കും കൂട്ടിയിടിച്ചാണ് യുവാവിന് പരിക്കേറ്റത് എന്നുള്ള വൂണ്ട് സർട്ടിഫിക്കറ്റ് അടക്കം ഹൈക്കോടതിയിൽ സമർപ്പിച്ച് ഒരു ഡു നോട്ട് അറസ്റ്റ്, എന്നാൽ അടുത്ത ദിവസം വരെയും ഇത്ര ദിവസം വരെയും പ്രതിയെ അറസ്റ്റുള്ള ഒരു ഇന്ററിം ഓർഡർ വായിക്കുന്നു. അപ്പോഴാണ് പ്രതിക്ക് സംശയം തോന്നുന്നത്. ഈ സമയത്ത് ഈ പരാതിക്കാരനെ കേൾക്കുന്നതിനായി കോടതി നോട്ടീസ് അയക്കുന്നു. ഈ കോടതി അയച്ച 2 തവണ നോട്ടീസ് അയച്ചിട്ടും ഈ പരാതിക്കാരനായിട്ടുള്ള വ്യക്തിക്ക് അക്ഷയ് കൃഷ്ണൻ ഈ നോട്ടീസ് കിട്ടുന്നില്ല. അപ്പോൾ സംശയം തോന്നി നെറ്റിൽ കോടതിയിൽ കേസിന്റെ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോഴാണ് പ്രതിക്ക് അറസ്റ്റ് ചെയ്തെന്നുള്ള ഒരു ഇന്ററിം ഓർഡർ കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിൽ കൊടകര ശാന്തി ആശുപത്രിയുടെ ഒരു തെറ്റായ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇയാൾ ഇത് കോടതിയിൽ നിന്നും അറസ്റ്റ് ചെയ്തെന്നുള്ള ഒരു ഇന്ററിം ഓർഡർ സമ്പാദിച്ചതെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ കേസിൽ സംഭവിച്ചിട്ടുള്ളത് പോലീസും കൊടകര ശാന്തി ആശുപത്രിയും അതോടൊപ്പം തന്നെ പ്രതികളുടെ ബന്ധുക്കളും ചേർന്ന് സംയുക്തമായി ഈ കേസ് അട്ടിമറിക്കാൻ, കൊലപാതക ശ്രമം അട്ടിമറിക്കാനുള്ള ഒരു നീക്കം നടന്നിരിക്കുന്നു. അതൊരു വ്യാജരേഖ കോടതിയെ കൊടുത്ത്, അതായത് ഇരിങ്ങാലക്കുട മജിസ്ട്രേറ്റ് കോടതിയിലും ഹൈക്കോടതിയിലും കൊടുത്ത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം ഈ ഒരു